വിഷയം സമകാലിക വിഷയങ്ങൾ ഈ ആശാസമരം ഒരു 10 ദിവസം കഴിഞ്ഞു സർക്കാർ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐക്ക് നിലപാടില്ലേ? അത് പറയാം. അതിനിടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനകത്ത് കോൺഗ്രസിൻ്റെ എംപിമാർ കേരളത്തിൽ സ്വീകരിച്ച സമീപനം സംബന്ധിച്ച് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ ഒരു ഭാഗത്ത് മുതലക്കണ്ണീർ ഒഴുക്കുന്നു, പക്ഷേ അവർക്ക് കോൺഗ്രസിൻ്റെ എംപിമാർക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം അവർ ചെയ്തിട്ടില്ല. ഇപ്പോൾ വയനാടിൻ്റെ എംപി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാർ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു 5 പൈസ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത്? ഇടതുപക്ഷത്തിൻ്റെ എല്ലാ എംപിമാരും അവരെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിലുള്ള ഫണ്ട് അവിടെ അനുവദിച്ചു. പക്ഷേ കോൺഗ്രസ് എംപിമാർ ഫണ്ട് അനുവദിക്കാത്തത് കേരള വിരുദ്ധമായ സമീപനം തന്നെയാണ്. അപ്പോൾ കേരള വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നതിൽ BJPയോട് മത്സരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ എംപിമാർ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ജനം തിരിച്ചറിയേണ്ടതുണ്ട്. അവർ വയനാടിൻ്റെ പേരിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന മുതലക്കണ്ണീർ കയ്യോടെ പിടികൂടപ്പെട്ടു എന്നും ഇപ്പോൾ കാണുകയാണ്. 2 പേർ മാത്രമാണ് കൊടുത്തത്. UDF പ്രഖ്യാപിച്ച സഹായത്തിന് പണം കൊടുത്തത്. ബാക്കി എംപിമാർ പണം കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വാർത്ത. കോൺഗ്രസ് അല്ല, UDFലെ 2 എംപിമാർ. UDFലെ 2 എംപിമാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ല, അത് വയനാടിൻ്റെ എംപി കൊടുക്കണ്ടേ? സ്ഥലം എംപി കൊടുക്കണ്ടേ? എന്താ അതൊന്നും കാര്യമായ നിലയിൽ ചർച്ച ചെയ്യാത്തതാരും? എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങൾ? വയനാടിൻ്റെ എംപി വയനാടിന് വേണ്ടി പണം അനുവദിക്കാനുള്ള എല്ലാ നിയമവും ഉണ്ടായിട്ടും 5 പൈസ കൊടുത്തില്ല. എന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇതിനായിട്ട് അവിടെ ആളുകളെ കൂട്ടി സമരം ചെയ്യാനും അവിടെയുള്ള MLAയും സംഘവും ശ്രമിക്കുകയാണ്. അപ്പോൾ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ, അതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ വേണ്ടി വില കുറഞ്ഞ നിലയിലുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ അവിടെയുള്ള MLA മുന്നോട്ട് വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ MLA സിദ്ദിഖ് ആദ്യം അവിടെ സമരം നടത്തേണ്ടത് ആ MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് മുമ്പിലാണ്. അപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം, വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്താൻ ധൈര്യമുണ്ടോ, തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം.